ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും മെജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ. യൂണിറ്റ് 5 റോബോ ആൻഡ് ഫ്രണ്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനു മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മുടെ STD2 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം. സിയ ഗോട്ട് റോബോ ദ റോബോട്ട് ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ സിയയ്ക്ക് റോബോയെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാട്ടോ. ഷീ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. അവൾ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. വൺ ഡേ ഷീ മെറ്റ് എ ബോയ് ഇൻ ദ പാർക്ക്. ഒരു ദിവസം അവൾ പാർക്കിലൊരു ആൺകുട്ടിയെ കണ്ടു. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക്. പക്ഷെ അവൾ ആ കുട്ടിക്ക് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. സിയ ഗേവ് റോബോ ടു ദാറ്റ് ബോയ്. എന്നിട്ട് സിയ എന്ത് ചെയ്തു? റോബോയെ ആ കുട്ടിക്ക് കൊടുത്തു. ആക്ടിവിറ്റി 1 നോക്കൂ. സിയ മെറ്റ് എ ബോയ് ഇൻ ദ പാർക്ക്. സിയ പാർക്കിലൊരു ആൺകുട്ടിയെ കണ്ടു. ഡു യു നോ ദ നെയിം ഓഫ് ദ ബോയ്? നിങ്ങൾക്ക് ആ കുട്ടിയുടെ പേരറിയോ? കളർ ദ ഓഡ് ലെറ്റർ ഇൻ ഈച്ച് കോളം ആൻഡ് റൈറ്റ് ദോസ് ലെറ്റേഴ്സ് ബിലോ. എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമുക്കവിടെ താഴെ ഒരുപാട് കോളങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ ലെറ്റേഴ്സിന് കളർ ചെയ്യാനാണ് പറയുന്നത്. യു വിൽ ഗെറ്റ് ഹിസ് നെയിം. ഇങ്ങനത്തെ ലെറ്റേഴ്സ് ആട്ടോ. കളർ ദ ഓഡ് ലെറ്റർ, ഒന്നിടവിട്ട് കള്ളികൾക്ക് കളർ ചെയ്യാനാട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ കുട്ടിയുടെ നെയിം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ആൺകുട്ടിയുടെ പേര്? യെസ്, ഡാനി എന്നാണല്ലേ. അപ്പോൾ നോക്കൂ, ആദ്യത്തേതിൽ ഡിയും, രണ്ടാമത്തേതിൽ എയും, മൂന്നാമത്തേതിലും നാലാമത്തേതിലും എന്നും, അവസാനത്തതിൽ വൈയും നമ്മൾ കളർ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡാനി എന്ന നെയിം കിട്ടും. അതിന് താഴെ നോക്കൂ, ദ ബോയ്സ് നെയിം ഈസ് ഡാനി. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കൂ. റോബോ വാണ്ട്സ് ടു റീച്ച് ഡാനീസ് ഹൗസ്. ഹെൽപ്പ് റോബോ റീച്ച് ദർ. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റോബോയ്ക്ക് ഡാനിയുടെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇങ്ങനെ വന്ന് താഴേക്ക് പോയി അല്ലേ, റൈറ്റിലേക്ക് പോയി ഡാനിയുടെ വീടെത്തി അല്ലേ. സിമ്പിളാണ്, മക്കൾക്കെല്ലാം എളുപ്പത്തിൽ ഡാനിയുടെ വീട്ടിലേക്ക് റോബോയെ എത്തിക്കാൻ വേണ്ടി പറ്റും അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 3. ഡാനി റീച്ച്ഡ് ഹോം ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. ഡാനി അവൻ്റെ പുതിയ വീൽ ചെയറിൽ വീട്ടിലേക്ക് എത്തി. ഡാനീസ് ഫാദർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ്. ഡാനിയുടെ അച്ഛൻ ആകെ സർപ്രൈസ്ഡ് ആയി. കാരണം എന്താ? അവൻ്റെ കയ്യിൽ ആദ്യം വീൽ ചെയർ ഉണ്ടായിരുന്നില്ല അല്ലേ. സിയ അവന് കൊടുത്തതല്ലേ വീൽ ചെയർ. കംപ്ലീറ്റ് ദെയർ കോൺവേഴ്സേഷൻ. അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ എഴുതാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അച്ഛൻ എന്താ ചോദിക്കുന്നത് ഡാനിയോട്? വീൽ ചെയർ? ഹൂ ഗേവ് യു ദിസ് ഡാനി? വീൽ ചെയറോ? ആരാ നിനക്ക് ഈ വീൽ ചെയർ തന്നെ ഡാനി എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഡാനി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? യെസ്, സിയ ഗേവ് മീ ദിസ് വീൽ ചെയർ. സിയയാണ് എനിക്ക് ഈ വീൽ ചെയർ തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 4. ഡാനി ഈസ് ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് റോബോ ടു ഹിസ് ഫാദർ. ഡാനി റോബോയെ കിട്ടിയ ആ കഥ ഫാദറിനോട് പറയാണ്. കണക്ട് ദ സെൻറ്റൻസസ് പ്രോപ്പർലി വിത്ത് ലൈൻസ്. അപ്പം എന്താണ്, ആദ്യം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മളിങ്ങനെ കറക്റ്റ് ഓർഡറിൽ ലൈൻ വരച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എന്താ നോക്കൂ, ഫസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്, ഐ വാസ് സിറ്റിംഗ് ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സിയ കെയിം ദർ. അപ്പം എന്തായി? സിയ അങ്ങോട്ടേക്ക് വന്നു. ഷീ ഹാഡ് എ റോബോട്ട് വിത്ത് ഹെർ. ഇറ്റ് വാസ് റോബോ. അവളുടെ കയ്യിൽ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു, അത് റോബോ ആയിരുന്നു. അതായിരിക്കും മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടോ മക്കളെ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? റോബോ ചേഞ്ച്ഡ് ഇൻടു എ വീൽ ചെയർ. റോബോ ഒരു വീൽ ചെയർ ആയിട്ട് മാറി. പിന്നെ സിയ ആൻഡ് റോബോ ടുക്ക് മീ റൗണ്ട് ദ പാർക്ക്. സിയയും റോബോയും എന്നെ ആ പാർക്ക് മുഴുവൻ ചുറ്റിക്കാണിച്ചു. അവസാനമായിട്ട് ഫൈനലി സിയ ഗേവ് മീ റോബോ ദ റോബോട്ട്. എനിക്ക് അവസാനം സിയ ഈ റോബോയെ അല്ലെങ്കിൽ റോബോട്ടിനെ തന്നു അല്ലേ. ഇനി ആക്ടിവിറ്റി 5 നോക്കൂ. ഡാനീസ് ഫ്രണ്ട്സ് ലുക്ക്ഡ് അറ്റ് ദ വീൽ ചെയർ ക്യൂരിയസ്ലി. ഡാനിയുടെ കൂട്ടുകാരൻ അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി ആ വീൽ ചെയർ നോക്കി. വാട്ട് ആർ ദേ ടോക്കിംഗ്? എന്താണ് അവർ സംസാരിക്കുന്നത്? കംപ്ലീറ്റ് ദ ഡയലോഗ്സ്. അപ്പോൾ അവിടെയുള്ള ഡയലോഗുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദ ആംസ് ഓഫ് ദ ചെയർ ആർ. ഈ ചെയറിന്റെ കൈകൾ എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? നല്ല നീണ്ട കൈകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ലോങ് എന്ന് എഴുതി കൊടുക്കാം അവിടെ.
നെക്സ്റ്റ് ദ വീൽസ് ആർ, വീല് ചക്രം എങ്ങനെയുള്ളതാണ്? റൗണ്ട് ആണ് അല്ലേ, സർക്കിൾ ആണ്. ദ വീൽസ് ആർ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. നെക്സ്റ്റ് നോക്കൂ, ദ ഡാഷ് ഈസ് സോഫ്റ്റ്. എന്താണ് വീൽ ചെയറിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവുക? സീറ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിട്ടുണ്ടാവുന്നത് അല്ലേ. ഇനി അടുത്തതായിട്ട് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്തായിരിക്കും വേറെ സംസാരിച്ചിട്ടുണ്ടാവുക? ചിലപ്പോ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇറ്റ് ഹാസ് 2 ആന്റനാസ് എന്നായിരിക്കും അല്ലേ. അതിന് 2 ആന്റിനകൾ ഉണ്ട്. പിന്നെ എന്തായിരിക്കും? ഹൗ ഡസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 6, ഫൈൻഡ് ദ ഡേറ്റ്സ്. ഡേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജനുവരിയുടെ ഒരു കലണ്ടർ നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. അത് നോക്കൂ, അതിന് താഴെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. വെൻ ഈസ് ദ മാജിക് ഷോ, എന്നാണ് മാജിക് ഷോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദ മാജിക് ഷോ മാജിക് ഷോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. എന്താണ് മക്കളെ? നോക്കൂ, ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിലെ നോട്ടീസ് ബോർഡിൽ മാജിക് ഷോയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. മക്കൾ കണ്ടല്ലോ. എന്നാണ് മാജിക് ഷോ? യെസ്, ദ മാജിക് ഷോ ഈസ് 2 ജനുവരി അല്ലേ. ജനുവരി 2-നാണ്. ദ മാജിക് ഷോ ഈസ് ഓൺ 2 ജനുവരി. അതിന് താഴെ നോക്കൂ, 18th ജനുവരി ഈസ്, ഇനി ജനുവരി 18-ാം തീയതി ഏത് ദിവസമാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നോക്കൂ, 18-ാം തീയതി ഏതാണ്? സൺഡേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡേ ഈസ് 21st ജനുവരി? ജനുവരി 21-ാം തീയതി ഏത് ദിവസമാണ്? ഏത് ദിവസമാണ്? വെനസ്ഡേ ആണല്ലേ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 7, ഡു യു ലൈക്ക് മാജിക്? നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. ഹിയർ ഈസ് എ മാജിക് ഫോർ യു. നിങ്ങൾക്കുള്ളൊരു മാജിക് ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. റബ് എ ഷൂ ഫ്ലവർ ഇൻസൈഡ് ദ ബോക്സ് ബിലോ. എന്താ മക്കളെ പറയുന്നേ? ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിബിസ്കസ് കേട്ടോ, ചെമ്പരത്തിപ്പൂവ്. നമ്മൾ താഴെ അവിടെ ഒരു ബോക്സ് തന്നിട്ടില്ലേ, ആ ബോക്സിൽ മുഴുവൻ ഈ ഫ്ലവർ ചെമ്പരത്തിപ്പൂ റബ്ബ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ടേക്ക് സം ലെമൺ ജ്യൂസ് ഇൻ എ ബൗൾ. ഒരു ബൗളിൽ കുറച്ച് ലെമൺ ജ്യൂസ് എടുക്കാം. ഡിപ്പ് യുവർ ഫിംഗർ ഇൻ ദ ലെമൺ ജ്യൂസ്. ആദ്യം നിങ്ങൾ വിരലുകൾ ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ടോ റൈറ്റ് മാജിക് വിത്ത് യുവർ ഫിംഗർ ടിപ്പ്. എന്നിട്ട് മാജിക് എന്ന് ഫിംഗർ കൊണ്ട് എഴുതാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയ എന്താ മക്കളെ കാണാം? മാജിക് എന്ന് എഴുതുന്നത് കാണാൻ പറ്റില്ല നമുക്ക്. മക്കളെല്ലാവരും ചെയ്ത് നോക്കണേ അത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 8, ഡാനി ആൻഡ് റോബോ ആർ പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. ഡാനിയും റോബോയും അവരുടെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ദെയർ ഡയലോഗ്സ്. അവരുടെ ഡയലോഗ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. മക്കൾക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് അറിയാലോ, എല്ലാവരും കളിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് പിക്ചർ നോക്കൂ, എന്താണ് അവിടെ സംഭവിച്ചത്? സ്റ്റംപ്ഡ് ഔട്ട് ആണല്ലേ. അപ്പോൾ ആ കുട്ടി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സ്റ്റംപ്ഡ് ഔട്ട് അല്ലെങ്കിൽ ഔട്ട് എന്നായിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത്തെ നോക്കൂ, പിടിക്കുകയാണ്, ഗുഡ് ക്യാച്ച് അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക് ക്യാച്ച്. എന്നിട്ട് നോക്കൂ, നമ്മുടെ ഡാനി ഒരു കൈ മാത്രം പൊന്തിച്ച് ഒരു വിരൽ ഉയർത്തി വയ്ക്കുക അല്ലേ. അതിനെന്താ പറയുക? ആ സൈനിനെയാണ് ഔട്ട് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഫാന്റാസ്റ്റിക് ക്യാച്ച്, ഇറ്റ്സ് എ ഔട്ട്, അങ്ങനെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. ഇനി അവസാനത്തെ എന്താണ്? കുട്ടിയെ ബാറ്റ് കൊണ്ട് അടിച്ചിട്ട് നമ്മുടെ ഡാനിയുടെ ഫിംഗർ നോക്കൂ, ഹാൻഡ് നോക്കൂ, 2 കൈ ഉയർത്തിയിട്ടാണല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതെന്താണ്? 6 ആണ്. ഓക്കെ, ഇറ്റ്സ് എ സിക്സർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 9, റീഡ് ദ ടെക്സ്റ്റ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റോബോ ഫ്ലൂ വിത്ത് ഡാനി ഓൺ ഹിസ് ബാക്ക്. റോബോ ഡാനിയുടെ പുറത്തിരുന്ന് പറന്നു. ദ റോഡ് വാസ് ബ്ലാക്ക്. റോഡ് ബ്ലാക്ക് ആണ്. ദ റിവർ ലുക്ക്ഡ് ലൈക്ക് എ ബ്ലൂ റിബൺ. റിവർ ഒരു ബ്ലൂ റിബൺ പോലെയാണ് കാണുന്നത്. ദ ഹൗസസ് വെർ ലൈക്ക് മാച്ച് ബോക്സസ്. മാച്ച് ബോക്സ്, തീപ്പെട്ടിക്കൂട് പോലെയാണ് വീടുകൾ കാണുന്നത്. ദർ വെർ കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദ റോഡ്. റോഡിലൂടെ കാറും ബസ്സൊക്കെ പോകുന്നുണ്ട്. ദേ സോ എ ഫുട്ബോൾ ഗ്രൗണ്ട് നിയർ ദ റിവർ. റിവറിന് അടുത്തായിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ടും അവർ കണ്ടു. നിങ്ങളോട് ഇതുപോലെ ഒരു ചിത്രം താഴെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റോബോയുടെ മുകളിൽ ഡാനി ഇരിക്കുന്ന ഫോട്ടോ അവിടെ ഉണ്ട്. അവർ കണ്ട കാഴ്ചകൾ നിങ്ങളോട് താഴെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ചെറിയൊരു ചിത്രം തന്നിട്ടുണ്ട്, ഇതുപോലെയൊക്കെ മക്കൾ വരയ്ക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ആക്ടിവിറ്റി 10, ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സൂര്യന് വലിയൊരു റെഡ് ബോൾ പോലെയാണ് കാണുന്നത്. ദ ക്ലൗഡ്സ് വെർ ഓറഞ്ച് ആൻഡ് യെല്ലോ. മേഘങ്ങൾ ഓറഞ്ചും യെല്ലോയും ചേർന്ന നിറമാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്.
Paste pieces of color paper or crepe papers sequence to make it beautiful. ഇപ്പം എന്താ നമ്മളോട് പറയുന്നത്, കളർ പേപ്പർ അല്ലെങ്കിൽ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ കളറ് അതിനനുസരിച്ച് ഒട്ടിക്കാനാണ് അവിടെ പറയുന്നത് കേട്ടോ. റെഡ് കളറിലെ പേപ്പർ ചുറ്റിയിട്ട് സണ്ണിന് കൊടുക്കുക, അതുപോലെ ബ്ലൂ കളറുള്ളത് സീക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 11. ഡാനി റോഡ് ഇൻ ഹിസ് ഡയറി അബൌട്ട് ഹിസ് ഫ്ലൈറ്റ് ഓൺ റോബോസ് ബാക്ക് ആൻഡ് സെയിലിംഗ് ഇൻ ദ സീ. അപ്പം എന്താണ്, റോബോ അന്നത്തെ ദിവസം ഡാനി റോബോയുടെ കൂടെ എങ്ങോട്ടേക്കാ പോയി അല്ലേ, പറന്നു, അതുപോലെ കടലിൽ തുഴഞ്ഞു പോയി അല്ലേ, ബോട്ടിൽ പോയി, അതിനെക്കുറിച്ചൊക്കെ അവന് ഡയറിയിൽ എഴുതാണ്. ഹൗ വുഡ് ബി ഹിസ് ഡയറി, എങ്ങനെയായിരിക്കും അവൻ്റെ ഡയറി എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡേറ്റും ദിവസവും എഴുതണം, അതിനുശേഷം മാത്രമേ നമ്മൾ ഡയറി എഴുതാറുള്ളൂ അല്ലേ. 19/1/2026 ട്യൂസ്ഡേ. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഐ ഫ്ലൂ ഹൈ ഓൺ റോബോസ് ബാക്ക്. റോബോയുടെ ബാക്കിലിരുന്ന് ഞാൻ ഉയരത്തിലേക്ക് പറന്നു. ഐ സോ ബേർഡ്സ് ആൻഡ് ട്രീസ്. ഞാൻ പക്ഷികളെയും മരങ്ങളെയും കണ്ടു. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സൂര്യൻ ഒരു വലിയ ചുവന്ന ബോൾ പോലെയാണ് കാണപ്പെട്ടത്. ദ ക്ലൗഡ്സ് വേർ ഓറഞ്ച് ആൻഡ് ദ റിവർ വാസ് ലുക്ക്ഡ് ലൈക്ക് എ ബ്ലൂ റിബൺ. ക്ലൗഡ്സ് എങ്ങനെയായിരുന്നു, ഓറഞ്ച് നിറത്തിലുള്ളതായിരുന്നു. റിവർ ഒരു ബ്ലൂ റിബൺ പോലെയാണ് ഞാൻ കണ്ടത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ ഒരുപാട് ആസ്വദിച്ചു അത്. ആൻഡ് ഓൾസോ ഐ സോ ദ ബിഗ് ബ്ലൂ സീ. ഞാൻ മാത്രമല്ല, ഞാനിന്ന് വലിയ നീല കടലും കണ്ടു. ദെൻ ഐ വെൻറ്റ് സെയിലിംഗ് ഇൻ എ ബോട്ട്. പിന്നീട് ഞാൻ ആ ബോട്ടിൽ സെയിലിംഗ് അഥവാ കടലിലൂടെ യാത്ര പോയി. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ഫ്ലൂ ആൻഡ് ട്രാവൽഡ് ബൈ ബോട്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പറന്നതും ഒരു ബോട്ടിലൂടെ ട്രാവൽ ചെയ്തതും. ഐ ഹാഡ് സോ മച്ച് ഫൺ. എനിക്ക് ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി എന്നാണ് പറയുന്നത്. ചെറിയൊരു ഡയറി. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 12. ദ ബോട്ട് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്. ബോട്ട് കടലിലൂടെ ഒരുപാട് പോയല്ലേ, നമ്മുടെ വെള്ളം തെറിപ്പിച്ച് കൊണ്ട് ഒരുപാട് യാത്ര പോയി. ഡാനി വാസ് സോ ഹാപ്പി. ഡാനി ഒരുപാട് സന്തോഷത്തിലാണ്. ഹി സാങ് എ സോങ് അലൗഡ്. അവൻ ഉറക്കെ ഒരു പാട്ട് പാടി. സിംഗ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. നമ്മളോട് ആ പാട്ട് പാടാനും കൂടുതൽ വരികൾ എഴുതി ചേർക്കാനുമാണ് പറയുന്നത്. നമുക്കൊന്ന് പാടി നോക്കാം കേട്ടോ. സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. വിൻഡ് ഈസ് സോ കൂൾ and wind is cool and waves are bright. Splash, splash, here we go. Sailing in my little boat, floating on the sea. പിന്നെന്താ നമ്മൾ എഴുതാ? Yes. Fish are jumping all around. Happy little sounds. Splash, splash, here we go. മീനുകൾ ചുറ്റും ചാടിക്കളിക്കുന്നുണ്ട്, ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടല്ലേ. വെള്ളത്തിൽ ചാടുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ലേ. മക്കൾക്ക് വേണമെങ്കിൽ ഇനിയും ഒരുപാട് ലൈൻസ് ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 13. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോ സ്ക്രീൻ. അപ്പോൾ റോബോയുടെ സ്ക്രീനിൽ ഡാനി ഒരു മെസ്സേജ് കണ്ടു. എന്തായിരുന്നു അത്? ബാറ്ററി ലോ. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവൻ്റെ ചിന്തയിൽ ഉണ്ടാവുക എന്നാണ്, അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും മക്കളെ? ഓ മൈ ഗോഡ്, റോബോസ് ബാറ്ററി ഈസ് ലോ. അയ്യോ, റോബോയുടെ ബാറ്ററി ലോ ആണ്. ഹൗ വിൽ ഐ ഗോ ബാക്ക് ഹോം. ഞാനിനി എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകും? വാട്ട് ക്യാൻ ഐ ഡു. ഞാൻ എന്താ ചെയ്യുക? ഹൗ ക്യാൻ ഐ സേവ് ഹിം. ഞാൻ എങ്ങനെ അവനെ രക്ഷപ്പെടുത്തുക? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് റോബോ വേക്കപ്പ്. റോബോയെ എഴുന്നേൽക്കാൻ ഞാൻ എന്താ ചെയ്യുക? വിൽ ഹി ബി ഓക്കെ. അവൻ ഓക്കെ ആണോ? ഐ നീഡ് ടു ഫൈൻഡ് എ വേ ടു ചാർജ് ഹിം. ഞാൻ അവനെ ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ഐ വാണ്ട് ടു കോണ്ടാക്ട് സിയ. ഞാൻ സിയയെ കോണ്ടാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ ഡാനിയുടെ തോട്ട്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, ആക്ടിവിറ്റി 14. ഹെൽപ്പ് സിയ ആൻഡ് ഹെർ പാരൻസ് ഫൈൻഡ് ദെയർ വേ ടു ദ ബീച്ച്. അപ്പോൾ സിയയും അവരുടെ പാരൻസിനും ബീച്ചിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അതിൽ നോക്കൂ, ഗോ സ്ട്രൈറ്റ് അലോങ് ദ മോസ്ക് റോഡ്. മോസ്ക് റോഡിലൂടെ പോകണം.
ടേൺ റൈറ്റ് ടു ദ മാർക്കറ്റ് റോഡ്. എന്നിട്ട് മാർക്കറ്റ് റോഡിലേക്ക് തിരിക്കണം. ടേൺ ലെഫ്റ്റ് ആൻഡ് എൻറ്റർ ദ ചർച്ച് റോഡ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ചർച്ച് റോഡിലേക്ക് കയറണം. ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ സ്ട്രൈറ്റ് അലോങ് ദ ടെമ്പിൾ റോഡ്. എന്നിട്ട് അവർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ടെമ്പിൾ റോഡിലൂടെ കുറച്ച് നേരെ പോവാം. ടേൺ റൈറ്റ് ആൻഡ് ഗോ അലോങ് ദ ബീച്ച് റോഡ്. എന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ബീച്ച് റോഡിലൂടെ പോയാൽ നമ്മുടെ ഡാനിയുടെയും റോബോയുടെയും അടുത്ത് സിയയ്ക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 15. ഡു യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോ ഇഷ്ടമായില്ല മക്കളെ? റോബോ ക്യാൻ ഡു മാനി തിങ്സ്. റോബോയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് റോബോ. റോബോയെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറയുന്നത്. ദ റോബോട്ട്, ദ ഫോളോയിങ് പിക്ചേഴ്സ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ നമുക്ക് താഴെ ഒരു പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ റോബോ ചെയ്ത പല പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് അതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ റോബോയെ കുറിച്ച് എഴുതാം കേട്ടോ. റോബോ ഈസ് എ ബ്ലൂ റോബോട്ട്. റോബോ ക്യാൻ വാക്ക്, ക്ലൈംബ് ആൻഡ് ഫ്ലൈ. റോബോക്ക് നടക്കാൻ വേണ്ടി കഴിയും, കയറാൻ കഴിയും, അതുപോലെ പറക്കാൻ വേണ്ടി കഴിയും. റോബോ ക്യാൻ ടേൺ ഇൻ ടു എ ബോർഡ് ആൻഡ് വീൽ ചെയർ. റോബോക്ക് വീൽ ചെയർ ആയിട്ടും അതുപോലെ ബോട്ടായും മാറാൻ വേണ്ടി കഴിയും. റോബോ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് ദ ചിൽഡ്രൻ ആൻഡ് ഹെൽപ്ഡ് ടു ടേക്ക് ദ ബോൾ ഫ്രം ദ റൂഫ് ടോപ്പ് വിത്ത് ഹിസ് ലോങ് ഹാൻഡ്. റോബോ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയും ബോൾ റൂഫ് ടോപ്പിലേക്ക് പോകുമ്പോൾ അവൻ്റെ വലിയ നീണ്ട കൈകൊണ്ട് അതെടുത്ത് സഹായിക്കുകയും ചെയ്യും. റോബോ ഹെൽപ്സ് ഡാനി ടു ഫ്ലൈ ഇൻ ദ സ്കൈ ആൻഡ് സെയിലിംഗ് ഇൻ എ ബോട്ട്. റോബോ ഡാനിയെ ആകാശത്തിലൂടെ പറക്കാനും അതുപോലെ കടലിലൂടെ ബോട്ടിലൂടെ സഞ്ചരിക്കാനും ഹെൽപ്പ് ചെയ്യും. റോബോ ഈസ് കൈൻഡ് ആൻഡ് സ്മാർട്ട്. റോബോ നല്ല സ്മാർട്ടായിട്ടുള്ള റോബോട്ടുമാണ്, അതുപോലെ കൈൻഡഡുമാണ്. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദയയുള്ള റോബോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ റോബോ ആൻഡ് ഫ്രണ്ട്സിൻ്റെ ആക്ടിവിറ്റി ബുക്ക്. ഇതോടുകൂടി നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും ആക്ടിവിറ്റി ബുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ഇതിലെ ആക്ടിവിറ്റീസും അതിലെ ആൻസേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്